നമുക്കിന്ന് ഒരു അടിപൊളി തേങ്ങാക്കൊത്ത് കറി ഉണ്ടാക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. ഇച്ചിരി മൂപ്പ് കുറഞ്ഞ തേങ്ങാക്കൊത്താണ്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, 3-4 പച്ചമുളക് കീറിയത്, കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വേവണം. ഈ പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇത്ര സാധനം കിടന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. തീ എത്തിച്ച് വേവട്ടെ കേട്ടോ. നമുക്കൊന്നുകൂടി തുറന്നു നോക്കിയാലോ. നമ്മുടെ ഈ പുളിവെള്ളത്തിലൊക്കെ കിടന്ന്, പുളിയിലും പച്ചമുളക് ഇഞ്ചി ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നമ്മുടെ ഈ തേങ്ങാക്കൊത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പുളിയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഈ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതെല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോൾ ഈ തേങ്ങാക്കൊത്തിന് ഒരു പറയാൻ പറ്റാത്ത അത്ര നല്ല അടിപൊളി ടേസ്റ്റാണ്. പറയാൻ പറ്റില്ല, കഴിച്ചു നോക്കണം. നല്ല പുളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ എല്ലാം ടേസ്റ്റ് അതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വറുത്തൊക്കെ ഇടാം കേട്ടോ. ബാക്കി സാധനങ്ങളെല്ലാം നമുക്കൊന്നുകൂടി അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റി ശകലം വെള്ളമുള്ളൂ. ഇനി നമുക്ക് വേണം ചാറായിട്ട് ഉപയോഗിക്കണ്ടേ. ചാറ് വേണമെന്നുള്ളവർക്ക് ചാറ് മതി, ഇല്ലാത്തവർക്ക് ചാറ് വേണ്ട. ഇപ്പം നമ്മളിത് വാങ്ങി വയ്ക്കാം. ചീനിച്ചട്ടി വയ്ക്കാം കേട്ടോ. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. വേണ്ട സാധനങ്ങൾ ഇനി ഉണക്കമുളക്, വേപ്പില, വെളുത്തുള്ളി, സവാള, പിന്നെ പൊടികൾ വേണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ പുളി ഇച്ചിരി കൂടി വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കണം കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ.
കടുകിടാം. ഈ സവാളയിൽ വെളുത്തുള്ളി മുകളിൽ നിന്ന് വരളാൻ വേണ്ടിയിട്ട് സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ചുമന്ന മുളകിടാം. കറിയുടെ മുകളിൽ ഇങ്ങനെ കിടക്കാൻ കാണുമ്പോൾ ഒരു ഇതല്ലേ, അതുകൊണ്ട് അതിട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. നമ്മളിനി പൊടികൾ ചേർക്കാം കേട്ടോ. ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചിടാം. ഒന്ന് മൂക്കട്ടെ. ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇടാം. വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിനകത്തേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി എരിവിൻ്റെ കാര്യം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചിലവർക്ക് നല്ല എരിവ് വേണം, ഒക്കെ കുറച്ച് എരിവ് മതി. എനിക്ക് നല്ല എരിവ് ഇഷ്ടമാണ്. പച്ചമുളകിൻ്റെ എല്ലാം കൂടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ പുളിവെള്ളം കുറച്ച് ചേർക്കാം. പുളി നോക്കിയിട്ട് മതി ചേർത്താൽ മതി. ചിലർക്ക് പുളി നന്നായിട്ട് വേണം.
ഓ മുളകിൻ്റെ കുത്തൽ. നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ തേങ്ങാക്കൊത്തുകറി കിടന്ന് തിളക്കണ കണ്ടോ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പൊളിക്കറിയാണ് പൊളി. ഈ ചാറെടുത്ത് ഉള്ളി അങ്ങോട്ട് ഒഴിച്ചാ ചോറ് അങ്ങോട്ട് കിടുകിടാന്ന് ഇറങ്ങി പോകും. വേറെ ഒറ്റ കറിയും വേണ്ട. മീനില്ലാത്ത മീൻകറി പോലെയാ. ഇതിനകത്തൊരു മീനിൻ്റെ ഒരു കുറവുണ്ടെങ്കിലും ഈ കറി കൂട്ടുമ്പോൾ മീൻകറി ആണെന്ന് തന്നെ തോന്നും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. മണിക്കൂട്ടന് ചോറ് തരട്ടെന്നാ. മണിക്കൂട്ടന് ഇപ്പം ഇത് കൂട്ടി ഇപ്പം ചോറ് വേണം പോലും. പോരെ വാ. ഈ കറിയുടെ മണം അടിച്ചപ്പോൾ തന്നെ എൻ്റെ കുട്ടിന് ചോറ് വേണം പോലും. വാ വാ. അച്ഛന് കുഞ്ഞിന് ചോറ് വായോ. ഇപ്പോൾ കൊച്ചു പോയി ചോറുണ്ടട്ടെ. എന്തായാലും ഈ കറി ഇച്ചിരി കൊടുക്കാം. വാ മുത്തേ. ദേ ചാറ് ഒഴിച്ചു. ഒരു പപ്പട കൂടി തരാം. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. നമ്മുടെ അടിപൊളി തേങ്ങാക്കൊത്തുകറി ഇനി പപ്പടം ചോറ്. ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.